ഒരുപാട് TV ചാനലുകളുണ്ട്. ഈ ചാനലിലൊക്കെ 24 മണിക്കൂറും വ്യത്യസ്തമാർന്ന ഒരുപാട് പരിപാടികളുമുണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നതുമാണ്. പല ചാനലിലെയും വ്യത്യസ്തമാർന്ന ചില പരിപാടികളുടെ ഹാസ്യ ആവിഷ്കാരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:40 ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ബ്ലാക്ക്. മുടങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വലിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ബ്ലാക്ക് നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. എന്താ അടുത്തു വരാനേ പറഞ്ഞുള്ളൂ, വാ തുറക്കാൻ പറഞ്ഞില്ല. ക്ലോസറ്റ് ടൂത്ത് പേസ്റ്റ്, നിങ്ങളുടെ പല്ലുകൾ മുത്തുപോലെ താഴെ കിടന്ന് ഉരുളട്ടെ. ക്ലോസറ്റ് ടൂത്ത് പേസ്റ്റ്. അച്ഛാ, എന്താ മോളെ? ഞാൻ കോളേജിലേക്ക് പോവാ. ആ ശരി ശരി. ഈശ്വര, കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിളേട്ടന്റെ കൂടെ നൂൺ ഷോയ്ക്ക് പോകുന്ന വിവരം അച്ഛൻ അറിയില്ലേ? അതെ. എന്താ? ഞാൻ ഷോപ്പിങ്ങിന് പോവാ. പോയിട്ട് വാ. ഈശ്വര, ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് ഞാൻ മൈക്കിളിന്റെ കൂടെ മാറ്റനിക്ക് പോകുന്നത് ഇദ്ദേഹം അറിയില്ലേ? അങ്ങനെ രണ്ടുപേരും പോയി. ഈശ്വര, ഈ സമയത്ത് മൈക്കിളിന്റെ ഭാര്യ ഇവിടെ വരുന്നത് ഇവരാരും അറിയില്ലേ? പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. മൈക്കിൾ ബ്രാൻഡ് അഗർബത്തികൾ. ഓണം, വിഷു, റംസാൻ, ക്രിസ്തുമസ്, സപിണ്ടി, വാഴപ്പിണ്ടി, വിശേഷ ദിവസങ്ങൾ ഏതുവാകട്ടെ, കലണ്ടർ. മനോഹരന്റെ അമ്മയുടെ തന്നെ. മനോഹര, അമ്മ ചത്തുപോയി. അപ്പൊ ഇനി വേറെ കലണ്ടർ നോക്കാം. സുധാകര, അമ്മ കുളിക്കുക. കുളിച്ചത് മതിയെന്ന് പറ. അപ്പൊ കലണ്ടർ സുധാകരന്റെ അമ്മയുടെ മതി. ഈ മുടിഞ്ഞ ഇടിവിട്ട് മഴയും കാരണം ടിവിയും പോയി, ഫ്രിഡ്ജും പോയി, എസിയും പോയി, വാഷിംഗ് മെഷീനും പോയി, എല്ലാം പോയി. സീഗാർഡ് സ്റ്റെബിലൈസറില്ലേ? ഇല്ല. നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ അതും അടിച്ചു പോയേനെ. ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. ഹായ് മിസ്സിസ് ജയറാം. ഹായ് മഹാദേവൻ. നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് തരട്ടെ? എങ്ങനെ? ഒരു പുത്തൻ ക്ലോസറ്റ് നൽകിക്കൊണ്ട്. ഓ, ക്ലോസറ്റ് കച്ചവടക്കാരനാ? ഏയ് അല്ല. നിങ്ങൾ ഷാർപ്പിക് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഷാർപ്പിക്? ഇല്ല. ഒന്ന് ട്രൈ ചെയ്താലോ? നോക്കാം. കഴിഞ്ഞു. വൗ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത് എന്റെ ക്ലോസറ്റ് തന്നെയാണോ? ഇതിനു മുമ്പ് ഇങ്ങനെ വൃത്തിയായി കണ്ടിട്ടേയില്ല. അതിന് വല്ലപ്പോഴും വെള്ളം ഒഴിച്ച് ക്ലോസറ്റ് ഒന്ന് കഴുകണം. അപ്പോൾ ഇനി മുതൽ നിങ്ങളും ഷാർപ്പിക് ഉപയോഗിക്കുകയല്ലേ? വേണ്ട, ഇനി മുതൽ നീ തന്നെ വന്ന് കഴുകി തന്നാ മതി. അയ്യോ. 6:45 മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം കുലുക്കം. പൊട്ടിക്കട്ടണം சொன்னவாட எங்க கட்டட சிங்க கட்டட சும்மா இருடா ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி വത്തി ബ്ലൂ ബ്ലാക്കി അവൻ അടിച്ചിടും പരിസ്. നീ ഹോളിവുഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. അതങ്ങ് അമേരിക്കയിലാണ്. ഇന്ന് കാലത്ത് ഹോളിവുഡിൽ നിന്നും സിനിമ കടത്തിയിരിക്കുന്നു. ഡാൻ 99 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി കോടമ്പക്കത്തെത്തിയിരിക്കുന്നു. അവരെവിടാ ഷൂട്ടിംഗ്? എഗ്മോർ ടവറിൽ. സംവിധായകരും അദ്ദേഹത്തിന്റെ റോയൽ ക്രൂവും ഷൂട്ടിംഗിലാണ്. ഞാൻ രാവിലെ വീണ്ടും അവരെ കാണും. അളിയ, എനിക്കൊരു സീരിയൽ അഭിനയിച്ച കൊള്ളാന്നുണ്ട്. നീയേ അവർക്കെന്നെ നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. നന്നായെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികയില്ല. ബിക്കോസ് നീ പരപ്പരയച്ച്. നിനക്ക് ഹോളിവുഡ് ഡയറക്ടറെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. ജോജി. യെസ്. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അല്ലയാ, ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിട്ട് വരാം. ഷൂട്ടിംഗുകാർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ചിലപ്പോഴേ വരികയുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോ അവിടെ കിടന്നുറങ്ങിയെന്നും വരും. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ.
എന്താ എന്ത് പറ്റി? ഇതിന് മുഴുവൻ താൻ ഉത്തരവാദിത്തം പറയണം. കണ്ടിട്ട് മനസ്സിലായില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. ഹോളിവുഡ് നടൻ നിൽക്കുവല്ലേ? ദാ അങ്ങോട്ട് ചോദിക്ക്. എന്താ ഉണ്ടായത്? റോള് തരാവെന്ന് പറഞ്ഞു വിളിച്ചിട്ട് റോള് തന്നില്ല. വേഷമില്ലെങ്കിൽ വേഷമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചേർത്ത് മെനക്കെടുത്തിട്ട് നിങ്ങളല്ലേ പറഞ്ഞ വേഷം കൊടുക്കാന്ന്? അതെ, ഇദ്ദേഹം അഭിനയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അഭിനയിക്കില്ലെന്ന് സംഘടനകൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിക്കാം, ഏത് കോപ്പിലെ സംഘടനയാ അത് പറഞ്ഞതെന്ന്. അങ്ങനെ പറഞ്ഞു? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അയ്യോ, കഷ്ടമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അദ്ദേഹം അങ്ങനെ പറയില്ലെന്ന്. താൻ അയാളോട് മുഴുവൻ ചോദിക്കടോ. എന്താ പറഞ്ഞത്? ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ സിനിമാ ലോകത്ത് ഏറ്റവും വലിയ ബഹുമതിയായ ഓസ്കാർ അവാർഡ് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല. ഹോളിവുഡിലെ സൂപ്പർ ഡയറക്ടർ സ്റ്റീവൻ സ്പിൽബർഗിന്റെ നാടക ട്രൂപ്പിലെ കട്ടം വലിക്കാനായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും. കേട്ടില്ലേ? നിങ്ങൾക്ക് ഫോൺ വിളിച്ചൊന്ന് ചോദിച്ചാ പോരെ? ഹോളിവുഡിലെ സൂപ്പർ ഡയറക്ടർ സ്പിൽബർഗ് ഇദ്ദേഹത്തിന്റെ നാടക ട്രൂപ്പിലെ സ്പിൽബർഗ് ആരെന്നാ പറഞ്ഞ്? കർട്ടം വലിക്കാരൻ. അപ്പൊ ഈ കഴുത പറയുക നിന്റെ സ്പിൽബർഗിന്റെ അല്ല ഈ സിനിമയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ നിന്റെ അമ്മയുടെ ആണോ ഈ സിനിമയെന്ന്? അപ്പൊ അവൻ എന്നെ എടാന്ന് വിളിച്ചു. ഞാൻ അവനെ സായിപ്പിന്റെ മോനെ എന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ തല്ലാൻ വന്നപ്പോ ഞാൻ ചാനലുകാരെ വിളിച്ച് ഇന്റർവ്യൂ കൊടുത്തു. എന്റെ മൈക്ക് പിടിച്ചു വലിച്ചപ്പോ കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന സുകുമാരൻ അഴീക്കോടിനെ വിളിച്ച് 4 ചീത്ത വിളിപ്പിച്ചു. ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ക്ലാപ്പ് ബോർഡ് എടുത്ത് അവന്റെ തലയ്ക്ക് ഒറ്റ അടി വെച്ചു കൊടുത്തു. എന്നിട്ട് അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവനാണ് ഇതിന്റെ ഡയറക്ടറെന്ന്. അപ്പൊ എന്റെ റൂമിന്റെ പൈസയും എന്റെ ശമ്പളവും ഒക്കെ ഞാൻ പിടിച്ചു വാങ്ങിച്ചു. അവൻ സംഘടനയിൽ പറയൂന്ന് പറഞ്ഞപ്പോ ആയിരിക്കുന്ന ക്യാമറ സ്റ്റാൻഡ് എടുത്ത് അവന്റെ തലയ്ക്ക് ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്ര ചെയ്തുള്ളൂ. അതിനായി ഉമ്മാർ ഇത്രയും ബഹളം വയ്ക്കുന്നത്. തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? എന്നോട് ഈയിടെയായിട്ട് എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നത്. എന്താ ഇങ്ങനെ? ഐ ഡോണ്ട് നോ. വരുന്നിടത്ത് വെച്ച് കാണും. എടേ ജോജി, ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഇതാണോ നീ പറഞ്ഞ ആ വ്യക്തി? എടേ ജോജി, നീ എന്നോട് ക്ഷമിക്ക്. പലപ്പോഴും ഞാൻ നിന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ സ്നേഹം കൊണ്ടാ. എടേ, നീ എന്നെ ഇദ്ദേഹത്തെ വിശാലമായിട്ടൊന്ന് പരിചയപ്പെടുത്തു. അതിനെന്താ, നീ നേരിട്ട് തന്നെ പരിചയപ്പെട്ടു. ഓക്കെ. ഹലോ സാർ, വെൽക്കം ടു മലയാള സിനിമ. നൈസ് ടു മീറ്റ് യു. എന്റെ അമ്മച്ചി, എന്തുവാണ് ഇത്? എന്താ വെൽക്കം ടു മലയാള സിനിമയെന്നോ? കൊള്ളാം. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ അതിലേക്ക് ക്ഷണിക്കാൻ? എന്നെ ഇറക്കി വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു. ശക്തമായ കഥാപാത്രങ്ങൾ വന്നാൽ എന്നെ ആവശ്യം വരുമെന്ന്. ഇനി ഞാൻ മലയാള സിനിമയിലേക്ക് ഇല്ല, ഞാൻ ഹോളിവുഡ് സിനിമയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് പോവാം. ഇറങ്ങിപ്പോവാൻ. ഇയാൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? ഹലോ, ആരാ? ഹോളിവുഡിൽ ഞാൻ എന്താണ് സാർ അഭിനയിക്കാൻ പറയേണ്ടത്? ടെൽ മീ. ഇംഗ്ലീഷ് പറയാൻ എനിക്ക് മുട്ടുന്നു. പ്ലീസ് പ്ലീസ് ടെൽ മീ സാർ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. നാളെ തന്നെ വരണം. ആരാണ് സാർ ഡയറക്ടർ? മജീദ്. സ്ക്രിപ്റ്റ് റൈറ്റർ? മഞ്ചേരി കോയാമു. പ്രൊഡ്യൂസറോ? കൊണ്ടോട്ടി മൂസ. എന്താണ് ഇംഗ്ലീഷ് സിനിമയിൽ ഇങ്ങനത്തെ പേരുകളോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനിത് ഇംഗ്ലീഷ് സിനിമയല്ല, മലയാളമല്ലേ? പിന്നെ ഹോളിവുഡ് സിനിമയാന്ന് പറഞ്ഞതോ? അത് ഞങ്ങളുടെ സിനിമയുടെ പേരാണ് പറഞ്ഞത്, ഹോളിവുഡ് എന്ന്. ഇത് തിരൂരിൽ നടക്കുന്ന CD സിനിമയാണ് സാർ. CD സിനിമയോ? വെച്ചിട്ട് പോടാ. ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു. വെള്ളിത്തിരയിലെ സമഗ്ര സംഭാവനയ്ക്ക്